So today we are going to discuss about RC coupled amplifier. So എന്താണ് ഒരു RC coupled amplifier? So it is an amplifier with resistance capacitance coupling. So this is a basic circuit of a RC coupled amplifier. So an RC coupled amplifier is a amplifier with resistance capacitance coupling. സോ ആദ്യം ഈ കപ്ലിംഗ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ കണക്ടിങ് മൾട്ടിപ്പിൾ സ്റ്റേജസ് ഓഫ് ആംപ്ലിഫയേഴ്സ് ഇൻ കാസ്കേഡ് എന്നാണ് കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതായത് ഇപ്പോൾ ഇതൊരു സ്റ്റേജ് ആംപ്ലിഫയർ ആണ്, ഇതൊരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. സോ ഇതിന്റെ ഔട്ട്പുട്ട് നമ്മൾ വേറൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. ആ ഒരു കോമൺ എമിറ്റർ അതിന് നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നു. ആ ഒരു സെക്കൻഡ് സ്റ്റേജിലുള്ള ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് വേറൊരു തേർഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു. സോ അങ്ങനെ ആ ഒരു കാസ്കേഡ് കണക്ഷൻ കണ്ടിന്യൂ ചെയ്തു പോകും. അതിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ കപ്ലിംഗ് എന്ന് പറയും. സോ എന്തിനാണ് നമ്മൾ ഈ ട്രാൻസിസ്റ്റർ കപ്ലിംഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ ലോഡിൽ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് നോട്ട് ഇനഫ് ടു ഡ്രൈവ് ദ ലോഡ്, അതായത് അല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് ടു ഡ്രൈവ് ദ ലോഡ് ആണെങ്കിൽ നമുക്കെന്താ അവിടെയുള്ള ഗെയിൻ ഇൻക്രീസ് ചെയ്യണം. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്, വോൾട്ടേജ് ഗെയിൻ. സോ വോൾട്ടേജ് ഗെയിൻ ഇൻക്രീസ് ചെയ്യണം. ആ ഒരു കേസിൽ എന്താ നമ്മൾ വേറൊരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഇതിന്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യും. സോ ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഔട്ട്പുട്ട് ദ ഗെയിൻ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റേജിൽ അതിന്റെ ഗെയിൻ ഇൻക്രീസ് ചെയ്യും. സോ നമുക്ക് സഫീഷ്യന്റ് ഗെയിൻ ആവുന്നത് വരെ we will be connecting many stages in cascade. So that is meant by coupling. So ഇവിടെ coupling നമ്മൾ ചെയ്തിരിക്കുന്നത്, we have taken output for this common emitter amplifier in the collector emitter terminal. collector emitter terminal-ലാണ് നമ്മൾ ഇവിടെ ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നത്. സോ അവിടെ by using a resistance and a capacitance ആണ് നമ്മൾ കപ്ലിംഗ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് എ റെസിസ്റ്റൻസ് കപ്പാസിറ്റീവ് കപ്ലിംഗ്. So that is why this amplifier is called RC coupled amplifier. അതായത് by using a resistor and capacitor ആണ് ഇവിടെ കപ്പിൾ ചെയ്തിരിക്കുന്നത്. So that is why this amplifier is called RC coupled amplifier. Okay, so RC coupled amplifier എന്താണെന്ന് മനസ്സിലായി. So a coupling capacitor CC is used to connect the output of first stage to the base of the second stage. അതായത് ഒരു കപ്ലിംഗ് കപ്പാസിറ്റൻസ് CC is used for connecting output of the first stage. ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജിന്റെ ബേസിൽ ഇൻപുട്ട് ആയിട്ട് കൊടുക്കും. സോ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതൊരു 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. അതിന്റെ ഔട്ട്പുട്ട് വിൽ ബി ടേക്കിംഗ് അക്രോസ് ദിസ് കപ്പാസിറ്റൻസ്. സോ that output of the first stage is fed as input to the second stage. Second common emitter amplifier ന്റെ ഇൻപുട്ട് ആയിട്ട് ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് ഫെഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് ഫെഡ് ആയിട്ടുണ്ട്. ഇൻപുട്ട് എവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്? ബേസ് ടെർമിനലിലാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഫൈനലി ഔട്ട്പുട്ട് വിൽ ബി ടേക്കിംഗ് ഇൻ ദ സെക്കൻഡ് കോൺഫിഗറേഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും ഇവിടെ നമ്മുടെ ഔട്ട്പുട്ട്. സോ ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കാസ്കേഡ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിൻ വിൽ ബി ഇൻക്രീസ്ഡ്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ആംപ്ലിഫയർ സർക്യൂട്ട്സ് യൂസ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് ആസ് ഇറ്റ് പ്രൊവൈഡ് മോർ സ്റ്റെബിലൈസേഷൻ ടു ക്യൂ പോയിന്റ്. സോ കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ഡിഫറെന്റ് ബയാസിംഗ് സർക്യൂട്ട്സ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഫിക്സഡ് ബയാസിംഗ് സർക്യൂട്ട് പഠിച്ചു, ദെൻ കളക്ടർ ടു ബേസ് ബയാസ് സർക്യൂട്ട് പഠിച്ചു, ഇതിനിടയിൽ ഒരു എമിറ്റർ ബയാസ് സർക്യൂട്ട് ഉണ്ടായിരുന്നു, ദെൻ ഫൈനലി വോൾട്ടേജ് ഡിവൈഡർ ബയാസ് സർക്യൂട്ട് പഠിച്ചു. ഈ 4 ബയാസിംഗ് സർക്യൂട്ട്സിൽ ഏറ്റവും കൂടുതൽ ക്യൂ പോയിന്റ് സ്റ്റെബിലൈസേഷൻ തരുന്നത് ഏതായിരുന്നു? വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് ആണ്, അല്ലേ? മോർ ക്യൂ പോയിന്റ് സ്റ്റെബിലൈസേഷൻ ഈസ് ഗിവൺ ബൈ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് ആണ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ്, in most of the amplifier circuits, voltage divider biasing circuits are mainly used because it provides
more stabilization to Q point. So ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു voltage divider biasing circuit ആണ് യൂസ് ചെയ്തത്, where R1 and R2 is the voltage divider resistance and RE is the emitter resistance. Okay, so ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് ഒരു voltage divider biasing circuit ആണ്. Okay, and the resistance R1, R2 and RE form the biasing and stabilization network. ഈ റെസിസ്റ്റൻസ് R1, R2 അതുപോലെ ഈ RE, ഈ മൂന്ന് റെസിസ്റ്റൻസും will form a biasing and stabilization network. നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ടിൽ കണ്ടിരുന്നു. അതായത് അവിടെ ബയാസിംഗ് അതുപോലെ സ്റ്റെബിലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റൻസ് R1 and R2 അതുപോലെ എമിറ്ററിലുള്ള റെസിസ്റ്റൻസ് RE കൂടിയായിരുന്നു. Okay, so this resistance R1, R2 and RE will be providing stabilization and biasing network. Okay, so this is the circuit diagram of a single stage RC coupled amplifier. Here the input AC signal is fed in base terminal. Base terminal ആണ് input AC signal fed ചെയ്തിരിക്കുന്നത്. Okay, and in input side there is a coupling capacitor Cin. Input side il oru coupling capacitor ഉണ്ട് Cin. Then output side there is another coupling capacitor Cout. Output side il oru coupling capacitor Cout ഉണ്ട്. അതുപോലെ in the emitter terminal there is a bypass capacitor Ce which is connected parallel to the emitter resistance. Emitter resistance ന് parallel ആയിട്ട് ഒരു emitter bypass capacitance ഉണ്ട്. And apart from that we are having voltage divider resistors R1 and R2. R1 and R2 voltage divider resistance ആയിട്ട് ആക്ട് ചെയ്യുന്നു. Then a emitter resistance RE and a collector resistance RC. Okay, and VCC is given to the circuit to provide biasing. VCC നമ്മൾ ഈ സർക്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് for biasing purpose. So this is the general components used in a RC coupled amplifier. Now we will go to each components in detail. So first, resistors. The resistors R1, R2, RE, it will be providing biasing and stabilization network. Then resistance R1 and R2 form potential or voltage divider circuit. അതായത് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ആണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. സോ ഇവിടെ എന്താ, റെസിസ്റ്റൻസ് R1 and R2 will be dividing the voltage VCC. VCC നെ R1 ഉം R2 ഉം ഡിവൈഡ് ചെയ്തെടുക്കും. Then voltage across R2 ensures base emitter junction forward biased. അതായത് നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബേസ് എമിറ്റർ ജംഗ്ഷൻ ഷുഡ് ബി ഫോർവേഡ് ബയാസ്ഡ് ആൻഡ് collector base junction should be reverse biased. So the voltage across this R2 will make sure that base emitter junction is forward bias. E R2 across the voltage will be making sure base emitter junction is forward bias. Similarly, R2 across the voltage will make sure that the collector base junction is reverse biased. R2 across the voltage will be making sure collector base junction is reverse bias. So emitter base junction is forward bias and collector base junction is reverse bias. So the transistor will be working in active region. So transistor will be working as an amplifier. So the function of RE is a part of stabilization network. So because of this RE, we can maintain this base emitter junction in forward bias condition. So RE കാരണം നമുക്ക് ഈ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ് കണ്ടീഷനിൽ നിലനിർത്താൻ പറ്റും. ആൻഡ് ഓൾസോ ദിസ് RE വിൽ ബി പ്രൊവൈഡിങ് തെർമൽ സ്റ്റെബിലൈസേഷൻ. അതായത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ മൊഡ്യൂൾസിൽ കണ്ടു, അതായത് ട്രാൻസിസ്റ്ററിന്റെ പാരാമീറ്റർ ലൈക്ക് IC ഈസ് ഹൈലി ഡിപ്പെൻഡന്റ് ഓൺ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന് ഹൈലി ഡിപ്പെൻഡന്റ് ആയിട്ടാണ് IC അതുപോലെ ബീറ്റ പാരാമീറ്റേഴ്സ് ഒക്കെ ഉള്ളത്. So if you are using this RE, more thermal stabilization is provided. അതായത് ഇപ്പോൾ നമ്മൾ RE എന്ന് പറയുന്ന റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് we will be getting more thermal stabilization. Then the load resistance
RL is connected at output. അതായത് ഔട്ട്പുട്ട് സൈഡിൽ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് കൂടിയുണ്ട്. ഓക്കെ, അതിനെ RL എന്ന് പറയുന്നു. ഓക്കെ, സോ ലോഡ് റെസിസ്റ്റർ RL is connected at the output. അതിന് അക്രോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുക. Then to the next stage amplifier is connected by a resistor and capacitor, so called RC coupled amplifier. അതായത് ഇവിടെ നമുക്ക് കാസ്കേഡ് കണക്ഷൻ പോസിബിൾ ആണ് കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ കേസിൽ. ഓക്കെ, സോ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് വിൽ ബി ഫെഡിങ് ആസ് ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. സോ ഇവിടെ ഔട്ട്പുട്ട് നമ്മൾ അടുത്ത ഇൻപുട്ടിലേക്ക് ഫെഡ് ചെയ്യുന്നത് ബൈ യൂസിങ് എ റെസിസ്റ്റർ ആൻഡ് എ കപ്പാസിറ്റർ. RC എന്ന് പറയുന്ന കലക്ടർ റെസിസ്റ്റൻസും അതുപോലെ സി ഔട്ട് എന്ന് പറയുന്ന കപ്ലിംഗ് കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് നെക്സ്റ്റ് സ്റ്റേജിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ്, because we are using here an RC component, we can call this amplifier as RC coupled amplifier. C configuration is used as it is having high voltage gain. Common emitter configuration ലാണ് we are having high voltage gain ഉള്ളത്. Voltage gain എന്ന് പറഞ്ഞാൽ എന്താ? Output voltage divided by input voltage. So common emitter configuration is having high voltage gain. Now coming to the capacitor components. First capacitance is input capacitance, that is Cin. So that is called as input coupling capacitor. Okay, input coupling capacitor. It allows only AC signal to pass through and blocks DC signal. അതായത് main function of this input coupling capacitor is it will be passing only AC signal and it will be blocking all DC signals. So suppose ഈ ഒരു ഇൻപുട്ട് കപ്പാസിറ്റൻസ് ഇവിടെ പ്രസന്റ് അല്ലെങ്കിൽ എന്താ ഇവിടെ സംഭവിക്കുക? ഇവിടെ ഒരു ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു AC സോഴ്സ് ആണ്. സോ ദിസ് AC സോഴ്സ് വിൽ ബി ഹാവിംഗ് ഇന്റേണൽ സപ്ലൈ റെസിസ്റ്റൻസ്. ഈ ഒരു AC സോഴ്സിന് ഒരു ഇന്റേണൽ സപ്ലൈ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ ആ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആക്ടിങ് പാരലൽ ടു ദിസ് R2. ഈ R2 എന്ന് പറയുന്ന വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്ററിന് പാരലൽ ആയിട്ടായിരിക്കും ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുക. സോ ഇവിടെ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പൊട്ടൻഷ്യലില് ഡിഫറൻസ് വരും. ബിക്കോസ് ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദിസ് R2, the base emitter voltage will be changing, which in turn will be affecting the biasing of the junction. അതായത് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ മാറും, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള പൊട്ടൻഷ്യൽ മാറും, which in turn will affect the biasing of the junction. ഇവിടെ biasing of the junction will be getting affected. So to avoid that, we will be placing a input coupling capacitor Cin, so that it will be blocking all the DC component and it will be allowing only AC to pass. AC യെ മാത്രം പാസ് ചെയ്യാൻ അനുവദിക്കും, DC യെ ബ്ലോക്ക് ചെയ്യും. Okay, and it also determines lowest frequency FL which is to be amplified. Okay, then coming to the output coupling capacitor Cout. The main function of this output coupling capacitor is to block any DC signal to pass to the output. It only allows to pass AC signals. Okay, output side DC signals ne block ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ Cout എന്ന് പറയുന്ന output coupling capacitor യൂസ് ചെയ്തിരിക്കുന്നത്. It will be allowing only AC signal to pass across output. ഔട്ട്പുട്ടിലേക്ക് AC സിഗ്നൽസിനെ മാത്രമേ ഈ coupling capacitor, output coupling capacitor കടത്തിയുള്ളൂ. Then next one is CE, that is bypass capacitor. So this bypass capacitor CE is connected parallel to emitter resistance RE. Emitter resistance RE ക്ക് parallel ആയിട്ടാണ് നമ്മുടെ ഈ bypass capacitor കണക്ട് ചെയ്തിരിക്കുന്നത്. And this bypass capacitor CE ensures low reactance path for the AC signals. AC signalsന് ഒരു low reactance path ആണ് ഈ CE എന്ന് പറയുന്ന bypass capacitor provide ചെയ്തിരിക്കുന്നത്. So what is the function of this bypass capacitor? So ഒരു AC signal emitter സൈഡിൽ വന്നു കഴിഞ്ഞാൽ this CE capacitor will be providing
ലോ റിയാക്ടൻസ് പാത്ത് ടു ദാറ്റ് എ സി സിഗ്നൽ. ആ ഒരു എ സി സിഗ്നലിന് ഈ സിഇ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് വിൽ ബി പ്രൊവൈഡിങ് ലോ റിയാക്ടൻസ് പാത്ത്. അപ്പോൾ ലോ റിയാക്ടൻസ് പാത്ത് വന്നു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് എ സി സിഗ്നൽസ് ഈ സിഇ കപ്പാസിറ്റൻസ് വഴി ഗ്രൗണ്ടിലേക്ക് ഫ്ലോ ചെയ്യും. ഓക്കെ, സോ ആ ഒരു എ സി സിഗ്നൽസ് ഈ റെസിസ്റ്റർ ആർ എന്ന് പറയുന്ന റെസിസ്റ്ററിനെ ക്രോസ് വരില്ല. കാരണം എന്താ, ഇവിടെ എ സി സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ലോ റിയാക്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? ഈ സിഇ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ആണ്. സോ ഓൾ ദ എ സി സിഗ്നൽ വിൽ ബി പാസിംഗ് ത്രൂ ദ കപ്പാസിറ്റൻസ് സിഇ. സിഇ വഴി ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകും. ആറിക്ക് അക്രോസ് ആ ഒരു എ സി സിഗ്നൽ വരില്ല. സോ സപ്പോസ് ഇവിടെ സി എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഇല്ലെങ്കിൽ എ സി സിഗ്നൽ ഇവിടെ വരും. ഇറ്റ് വിൽ എഫക്ട് ദ വോൾട്ടേജ് അക്രോസ് ദിസ് ആറി. ആറിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജിനെ എഫക്ട് ചെയ്യും. ആറിക്ക് അക്രോസ് ഉള്ള വോൾട്ടേജിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസ് എമിറ്റർ ജംഗ്ഷനിലുള്ള വോൾട്ടേജിനെ എഫക്ട് ചെയ്യും, വിച്ച് ഇൻ ടേൺ ചേഞ്ചസ് ദ ബയാസിംഗ്. അവിടെയുള്ള ബയാസിംഗിനെ അത് ചേഞ്ച് ചെയ്യും. ഇഫ് വി ബി ഈസ് എഫക്റ്റഡ്, the biasing will be changing, so ultimately Q point will be affected. So to avoid that, we will be placing a capacitance, bypass capacitance CE, so that it will bypass all the AC signals coming to the emitter side. Emitter side il varuna AC signal nokke ee capacitance CE bypass cheyum, and the reactance of CE should be 1/10th of that of resistance RE. RE എന്ന് പറയുന്ന റെസിസ്റ്റൻസിന്റെ 1/10th ആയിരിക്കണം ഇവിടെയുള്ള കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ്. ഓക്കെ, സി എന്ന് പറയുന്ന കപ്പാസിറ്റർ റിയാക്ടൻസ് ഈ വാല്യൂയുടെ 1/10th ആയിരിക്കണം. അത്രയും കുറഞ്ഞൊരു വാല്യൂ ആയിരിക്കണം ഇവിടെയുള്ള റിയാക്ടൻസ്. സിഇയുടെ റിയാക്ടൻസ് ഷുഡ് ബി 1/10th of that of resistance RE, so that it will allow all the AC signal to bypass through CE. Okay. So coming to the working of an RC coupled amplifier, when no input is applied, the quiescent conditions are formed and no output is present. അതായത് ഒരു എ സി സിഗ്നൽ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇൻപുട്ട് ഒന്നുമില്ല. ആ സമയത്ത് എന്താ, ഈ കപ്പാസിറ്റൻസ് ഒക്കെ വിൽ ബി ആക്ടിങ് ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട് ആൻഡ് വിൽ ബി ഹാവിങ് ദാറ്റ് വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സർക്യൂട്ട് ഓൺലി. സോ അതിനാണ് നമ്മൾ ക്വിസന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് ഔട്ട്പുട്ട് ഒന്നും ഉണ്ടാവില്ല. സോ നോ ഇൻപുട്ട് ഈസ് അപ്ലൈഡ്, ദ ക്വിസന്റ് കണ്ടീഷൻസ് ആർ ഫോംഡ് ആൻഡ് നോ ഔട്ട്പുട്ട് ഈസ് പ്രസന്റ്. പിന്നെ അതിനുശേഷം നമ്മൾ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് കൊടുത്തിട്ട് വി ഇൻ കൂടുകയാണെങ്കിൽ, ഇൻപുട്ട് ഒരു സൈൻ വേവ് ആണ് നമ്മൾ കൊടുത്തെങ്കിൽ, ആ ഒരു ഇൻപുട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇൻപുട്ട് കൂടുന്ന സമയത്ത് because of the increase in input, the base emitter voltage will be increasing. Base emitter voltage കൂടും. Because of the increase in base emitter voltage, IB increases. Base emitter voltage increase ചെയ്യുന്ന സമയത്ത് base current IB will be increasing, and which in turn increases IC. അതായത് IB കൂടിക്കഴിഞ്ഞാൽ IC കൂടും. കാരണം എന്താ, we know that IC which is equal to beta times IB. സോ ഒരു ഐ ബിയിൽ ഒരു സ്മോൾ ഇൻക്രീസ് ഉണ്ടായാൽ തന്നെ ഐ സിയിൽ ഉണ്ടാവുന്നത് അതൊരു വലിയൊരു ഇൻക്രീസ് ആണ്. കാരണം എന്താ, ഐ സി ഇസ് ഈക്വൽ ടു ബീറ്റ ടൈംസ് ഐ ബി ആണ്. സോ എ സ്മോൾ ഇൻക്രീസ് ഇൻ ഐ ബി വിച്ച് വിൽ ബി കോസിങ് എ ലാർജ് ഇൻക്രീസ് ഇൻ ഐ സി. ഐ സിയിൽ ഒരു ലാർജ് ഇൻക്രീസ് ഉണ്ടാവുകയാണ്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഹിയർ ഇറ്റ് ഈസ് ടേക്കൺ അക്രോസ് ദ കളക്ടർ എമിറ്റർ ടെർമിനൽ. And if we are applying a KVL in this loop, we can write VCC minus ICRC minus Vout is equal to 0. So ultimately we can write Vout will be equal to VCC minus ICRC. VCC minus ICRC എന്ന് നമുക്ക് എഴുതാൻ പറ്റും. So when input Vin increases, we know that IB increases, then IC increases. സോ ഐ സി ഇവിടെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് ഇൻ നെഗറ്റീവ് ഡയറക്ഷൻ. കാരണം ഇവിടെ എന്താ, നെഗറ്റീവ് ടേം ആണുള്ളത്. വി സി സി ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആണ്. സോ ഐ സി വിൽ ബി ഇൻക്രീസിങ് ഇൻ ഹൈ വാല്യൂ, അല്ലെങ്കിൽ ഹൈ ആംപ്ലിറ്റ്യൂഡിൽ ഐ സി ഇവിടെ റൈസ് ചെയ്യും. കാരണം എന്താ, ബേസിൽ ഒരു ചെറിയൊരു കറണ്ട് ഇൻക്രീസ് വന്നാൽ തന്നെ ഐ സിയിൽ എന്താ, ബീറ്റ ടൈംസ് ആണ് ബേസ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഒരു വലിയൊരു റൈസ് ഐ സിയിലേക്ക് വരുന്നുണ്ട്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് V0 equal to
ബീറ്റ ടൈംസ് ഐ ബി ആണ്. സോ എന്താ വലിയൊരു ഇൻക്രീസ് ഐ സിയിൽ ഉണ്ടാവുന്നു. സോ ദിസ് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി ഇൻക്രീസിങ് ഡ്രാസ്റ്റിക്കലി ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ. നേരത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഒരു ചെറിയൊരു ഇൻക്രീസ് ഇൻ വിൻ ഉണ്ടായ സമയത്ത് ഐ ബി ഇൻക്രീസ് ചെയ്യുന്നു. ഐ ബി ഇൻക്രീസ് കൊണ്ട് ഐ സി ഇൻക്രീസ് ചെയ്യുന്നു. ഈ ഐ സി ഇൻക്രീസ് ചെയ്യുന്നത് ബീറ്റ ടൈംസ് ഐ ബി ആയിട്ടാണ്. സോ ആ ഒരു ടൈമിൽ ഔട്ട്പുട്ട് നെഗറ്റീവ് സൈഡിൽ ഡ്രാസ്റ്റിക്കലി വലിയൊരു ആംപ്ലിറ്റ്യൂഡിൽ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, സോ ഫ്രം ദാറ്റ് വി ക്യാൻ സേ when Vin increases, Vout will increase in negative direction. Vin increase ചെയ്യുന്ന സമയത്ത് Vout അതിന്റെ നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യാണ്. Thus there is a phase shift of 180 degree between input and output. So ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇവിടെ വരുന്നുണ്ട്. സോ ഇഫ് യു ആർ അപ്ലൈയിങ് ഇൻപുട്ട് ലൈക്ക് ദിസ്, ഇൻപുട്ട് ഇപ്പം നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will be getting output 180 degree phase shift ആയിരിക്കും and also amplified output ആയിരിക്കും. So we will be getting output like this. ഈ ഔട്ട്പുട്ടിന്റെ പ്രത്യേകത എന്താ? It is having 180 degree phase shift. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 degree phase shift ഉണ്ട് and also amplified version of input. ഇൻപുട്ടിന്റെ ആംപ്ലിഫൈഡ് വേർഷൻ ആണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടിലേക്ക് കിട്ടിയിരിക്കുന്നത്. And also common emitter amplifier has high input impedance and lower output impedance than common base amplifier. Common base amplifier ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ this common emitter amplifier configuration has high input impedance and lower output impedance. And also voltage gain and power gain are high in common emitter amplifier. Voltage gain എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. പവർ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. സോ ഇൻ ദ കേസ് ഓഫ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ, വോൾട്ടേജ് ഗെയിൻ ആൻഡ് പവർ ഗെയിൻ ആർ ഹൈ ആൻഡ് hence it is mostly used in audio amplifier. So this common emitter amplifier is mostly used in audio amplifier. So this is about the working of RC coupled amplifier. So with this I am concluding today's lecture. Thank you.